ഹായ്, കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാം. ആദ്യത്തെ ചോദ്യം നോക്കിയേ, ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ ദെൻ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതായത് എക്സ് റൈസ് ടു എന്നിന്റെ ഇന്റഗ്രൽ ആണ് ചോദ്യം. ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ പ്ലസ് സി. വൺ വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കാനൊക്കെ ചാൻസ് ഉള്ളതാണ്, പഠിച്ചിരിക്കണം. അടുത്തത് ഇന്റഗ്രൽ എക്സ് റൈസ് ടു ഫോർ ഡി എക്സ്. അങ്ങനെയാണെങ്കിൽ എന്ത്? എക്സ് റൈസ് ടു ഫോറിന് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും കിട്ടുക? എക്സ് റൈസ് ടു ഫോർ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ഫോർ പ്ലസ് വൺ പ്ലസ് സി അല്ലേ? അതായത് എക്സ് റൈസ് ടു 5 ഡിവൈഡഡ് ബൈ 5 പ്ലസ് സി. സിമ്പിൾ കാര്യം അല്ലേ? ഇനി ഇതേ മോഡൽ തന്നെ ഈ ഒരു ചോദ്യം നോക്ക്. ഇന്റഗ്രൽ 3x² പ്ലസ് 4dx. ഇത് നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രൽ 3x² ഒന്ന് പ്ലസ് ഇന്റഗ്രൽ 3x² dx, അതേപോലെ തന്നെ പ്ലസ് ഇന്റഗ്രൽ 4dx. ഈസി ആയിട്ടുള്ള കാര്യമാണ്. 3 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തിറക്കി, അപ്പോൾ ഇന്റഗ്രൽ x² dx. 4 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തിറക്കി, അപ്പോൾ ഇന്റഗ്രൽ dx. 3 ഇൻറ്റു x² ഇന്റഗ്രേറ്റ് ചെയ്താൽ അപ്പോൾ നമുക്ക് കിട്ടുക എക്സ് റൈസ് ടു 2 പ്ലസ് 1 ബൈ 2 പ്ലസ് 1, അതായത് എക്സ് ക്യൂബ് ബൈ 3. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ക്യൂബ് ബൈ 3 കൊടുക്കാം. പ്ലസ് 4 ഇന്റഗ്രൽ dx-ന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ? എക്സ്. അപ്പോൾ ദാ 4x പ്ലസ് സി. ഇനി വേണമെങ്കിൽ ഈ 3യും ക്യാൻസൽ ചെയ്തിട്ട് എക്സ് ക്യൂബ് പ്ലസ് 4x പ്ലസ് സി എന്ന് ഫൈനൽ ആൻസർ ചെയ്താൽ ഓക്കെ ആണോ? അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാം. ബൈ.